വാർത്തകളിലേക്ക്. ലോകത്തെ ഏറ്റവും കൂടുതൽ വലിയ അണക്കെട്ടുകളുള്ള രാജ്യങ്ങളിൽ 3-ാം സ്ഥാനത്താണ് ഭാരതം. എന്നാൽ ഭൂരിഭാഗം അണക്കെട്ടുകളും 50 വർഷത്തിലധികം പഴക്കമുള്ളവയാണ്. ഈ സാഹചര്യത്തിൽ ഡാം സേഫ്റ്റി ആക്ടും അത്യാധുനിക ഡിജിറ്റൽ സംവിധാനങ്ങളും ഉപയോഗിച്ച് അണക്കെട്ടുകളെ സംരക്ഷിക്കുന്നതിനായുള്ള വിപുലമായ പദ്ധതികൾ തയ്യാറാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇന്ത്യയിലാകെ 6628 വലിയ അണക്കെട്ടുകളാണുള്ളത്. ഇതിൽ 26% അഥവാ 1681 അണക്കെട്ടുകളും 50 വർഷത്തിലധികം പഴക്കമുള്ളവയാണ്. തമിഴ്നാട്ടിലെ കല്ലണ പോലെയുള്ള 2000 വർഷം പഴക്കമുള്ള ചരിത്ര വിസ്മയങ്ങളും നമ്മുടെ ഡാം പട്ടികയിലുണ്ട്. എന്നാൽ മാറുന്ന കാലാവസ്ഥയും പ്രളയ സാധ്യതയും കണക്കിലെടുത്ത ഈ ജലസ്രോതസ്സുകളുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നത് വലിയ വെല്ലുവിളിയാണ്. ഈ വെല്ലുവിളി നേരിടാനാണ് ഡാം റീഹാബിലിറ്റേഷൻ ആൻഡ് ഇംപ്രൂവ്മെന്റ് പ്രൊജക്ട് അഥവാ ഡ്രിപ്പ് നടപ്പിലാക്കുന്നത്. 10,000 കോടി രൂപയിലധികം ചിലവിട്ടുള്ള 2-3 ഘട്ടങ്ങളിലൂടെ 736 അണക്കെട്ടുകളെയാണ് നവീകരിക്കുന്നത്. ലോകബാങ്കിന്റെയും AIIBയുടെയും സഹായത്തോടെയാണ് ഈ മെഗാ പദ്ധതി നടപ്പിലാക്കുന്നത്. അണക്കെട്ടുകളുടെ ഘടനാപരമായ ബലം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ആധുനികമായ മോണിറ്ററിംഗ് സംവിധാനങ്ങളും ഇവിടെ സ്ഥാപിക്കുന്നു. 2021 ഡാം സേഫ്റ്റി ആക്ട് അണക്കെട്ടുകളുടെ സുരക്ഷയിൽ വലിയ മാറ്റമാണ് കൊണ്ടുവന്നത്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത ഉദ്യോഗസ്ഥർക്കും സ്ഥാപനങ്ങൾക്കും തടവ് ശിക്ഷ ഉൾപ്പെടെയുള്ള കർശന വ്യവസ്ഥകൾ നിയമത്തിലുണ്ട്. ധർമ്മ എന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ രാജ്യത്തെ എല്ലാ അണക്കെട്ടുകളുടെയും ആരോഗ്യനില തത്സമയം നിരീക്ഷിക്കുന്നു. മുൻകൂട്ടി പ്രളയ മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനങ്ങളും സിസ്മോളജിക്കൽ സ്റ്റേഷനുകളും ഇപ്പോൾ ഡാമുകളുടെ ഭാഗമാണ്. മഴക്കാലത്തിന് മുൻപും ശേഷവും അണക്കെട്ടുകളിൽ കർശന പരിശോധന നടത്തണമെന്ന് നിയമം അനുശാസിക്കുന്നു. അറ്റകുറ്റപ്പണികൾ ആവശ്യമായ അണക്കെട്ടുകളെ 3 വിഭാഗങ്ങളായി തിരിച്ചാണ് നടപടികൾ. നിലവിൽ അതീവ ശ്രദ്ധ വേണ്ട 3 അണക്കെട്ടുകളും വലിയ അറ്റകുറ്റപ്പണികൾ വേണ്ട 188 അണക്കെട്ടുകളും രാജ്യാന്തര നിലവാരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. കൃഷി, വൈദ്യുതി, വെള്ളം എന്നിവയ്ക്കായി നാം ആശ്രയിക്കുന്ന ഈ ജലസ്രോതസ്സുകൾ നാളത്തെ തലമുറയ്ക്ക് സുരക്ഷിതമായി കൈമാറുവാനുള്ള ദൗത്യത്തിലാണ് കേന്ദ്ര ജലശക്തി മന്ത്രാലയം. IIT റൂർക്കി, IISc ബാംഗ്ലൂർ തുടങ്ങിയ പ്രമുഖ സ്ഥാപനങ്ങളുടെ സാങ്കേതിക സഹായവും ഇതിനായി ഉറപ്പാക്കിയിട്ടുണ്ട്. ജനം, ഡൽഹി.